നമസ്തേ. സരളം സംസ്കൃതം പാഠശാല എന്ന യൂട്യൂബ് ചാനലിലൂടെ നമ്മൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് 7ാം ക്ലാസ്സിലെ സംസ്കൃതം പാഠപുസ്തകമാണ്. ഇപ്പോൾ നമ്മൾ അവതരിപ്പിക്കുന്നത് പാഠം 10. മക്കളെ, ദശമഹാപാഠ ദീനദയാലുത. ദശമഹാപാഠ 10ാമത്തെ പാഠം ദീനദയാലുത. ദീനരോടുള്ള ദയ. ദീനരോട് ദയുള്ള ആളെയാണ് ദീനദയാലു എന്ന് പറയാം. ആ ദീനദയാലുത എന്ന് പറഞ്ഞാൽ ദീനരോട് ദയുള്ള അവസ്ഥ. കഥ വായിക്കട്ടെ. ടോം മാർജാരസ്യ ജരിമൂഷകസ്യ ച വ്യംഗ്യചലച്ചിത്രം പ്രദർശയതി. മൂഷകസ്യ മാർജാരസ്യ ച വിശേഷതാഃ കാഃ ഇത്യസ്മിൻ വിഷയെ ചർച്ചാം കാരയതി. ദശമഹാപാഠ ദീനദയാലുത. ടോം മാർജാരസ്യ, മാർജാറിൻ്റെ പേര് ടോം. ജരി മൂഷകസ്യ, മൂഷകൻ്റെ പേര് ജരി. ടോം എന്ന പൂച്ചയുടെയും ജരി മൂഷകൻ്റെയും വ്യംഗ്യചലച്ചിത്രം പ്രദർശയതി. ഒരു ചലച്ചിത്രം, അവരുടെ ആ ഒരു കഥ പ്രകാശിപ്പിക്കുന്ന ഒരു ചലച്ചിത്രം കാണിക്കുന്നു. മൂഷകസ്യ മാർജാരസ്യ വിശേഷതാഃ കാഃ. മൂഷകസ്യ മാർജാരസ്യ ച, മൂഷകനും മാർജാരനും, എലിയും പൂച്ചയും, അവർ തമ്മിലുള്ള വിശേഷതകൾ എന്താണ്? നല്ല സുഹൃത്തുക്കളാണല്ലേ? ആരോ പറഞ്ഞല്ലോ സുഹൃത്തുക്കളാണെന്ന്. ആ സുഹൃത്തുക്കളാവണം, പക്ഷേ ഒരാളെ കണ്ട മറ്റാൾ ഓടി ഒളിച്ചില്ലേ അയാൾ കഥ പിന്നെ ഉണ്ടാവില്ല അല്ലേ? എപ്പോഴും ശത്രുത മനോഭാവമാണ് അവർക്ക് ഉണ്ടാവാറ്. എലിയും പൂച്ചയും അന്യോന്യം ബഹു കലഹികൾ എന്നൊരു ചൊല്ലിക എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഒരു കലഹമുള്ളവരാണ്. ഇത്യസ്മിൻ വിഷയ ചർച്ചാം കാരയതി. ഇനി നിങ്ങൾക്ക് ചിലപ്പോൾ വേറെ എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടായിരിക്കും, ചർച്ച നടത്തുക. ആമുഖം. ഗദ്യം പദ്യം മിശ്രം ഇതി കാവ്യം ത്രിവിധം ഭവതി. ഗദ്യം പദ്യമയം കാവ്യം ഭവതി മിശ്രകാവ്യം. മിശ്രകാവ്യസ്യ ചമ്പൂകാവ്യമിതി നാമാന്തരമസ്തി. പ്രഥമം ചമ്പൂകാവ്യം ഭവതി ചമ്പൂരാമായണം. അസ്യ കർത്താ ഭോജരാജഃ. മഹാഭാരതസ്യ ശാന്തിപർവണി വർത്തമാന മൂഷകമാർജാരകഥ അത്ര ചമ്പൂരൂപേണ അവതാര്യത്തെ. കഥേയം കുഞ്ചൻ നമ്പ്യാർ മഹാശയേന ഘോഷയാത്ര ഇതി തുള്ളൽകാവ്യേ അപി പരാമൃഷ്ട വർത്തതെ. ആമുഖത്തിൽ വായിക്കട്ടെ. ഗദ്യം പദ്യം മിശ്രം ഇതി കാവ്യം ത്രിവിധം ഭവതി. ഗദ്യം പദ്യം മിശ്രം, അങ്ങനെ കാവ്യം 3 തരമുണ്ടെന്ന്. നമ്മൾ മനസ്സിലുള്ളത് ചിലപ്പോൾ ചിത്രമായിട്ടും പാട്ടായിട്ടും കഥയായിട്ടും കവിതയായിട്ടും ഇനി രണ്ടും കൂടെ ചേർന്നിട്ടും എല്ലാം പറയുമല്ലോ. അപ്പോൾ ഗദ്യം പദ്യം, ഒന്ന് ഗദ്യരൂപം, മറ്റൊന്ന് പദ്യരൂപം, പിന്നൊന്ന് മിശ്രം. മിശ്രം എന്ന് പറഞ്ഞാൽ രണ്ടും കൂടെ ചേർന്നത്, അങ്ങനെയും ഉണ്ടാവും അല്ലേ? ഇത് കാവ്യം ത്രിവിധം ഭവതി. കാവ്യം 3 വിധമുണ്ട്. ഗദ്യപദ്യമയം കാവ്യം ഭവതി മിശ്രകാവ്യം. ഗദ്യവും പദ്യവും ചേർന്നിട്ടുള്ള കാവ്യമാണ് മിശ്രകാവ്യം. മിശ്രകാവ്യസ്യ, ഇനി ഈ മിശ്രകാവ്യത്തിന് ചമ്പൂകാവ്യമിതി നാമാന്തരമസ്തി. ചമ്പൂകാവ്യം എന്നൊരു നാമാന്തരം, മറ്റൊരു പേരുമുണ്ട്. മിശ്രകാവ്യത്തിന് ചമ്പൂകാവ്യം എന്നും പറയുന്നുണ്ട്. ഇപ്പം ചമ്പു എന്ന് പറഞ്ഞാൽ ഗദ്യവും പദ്യവും ഇടകലർന്നിട്ടുള്ള കാവ്യത്തെയാണ് ചമ്പൂകാവ്യം എന്ന് പറയാം. അതിനിങ്ങനെ ഒരു വരി പ്രമാണമായിട്ടുണ്ട്. ഗദ്യപദ്യമയം കാവ്യം ചമ്പൂരിത്യഭിധീയതേ. ഗദ്യവും പദ്യവും ഇടകലർന്നിട്ടുള്ള കാവ്യമാണ് ചമ്പു എന്ന് പറയപ്പെടുന്നത്. ചമ്പു നാമാന്തരമസ്തി. പ്രഥമം ചമ്പൂകാവ്യം ഭവതി ചമ്പൂരാമായണം.
ആദ്യത്തെ ചമ്പു കാവ്യമാണ് ചമ്പു രാമായണം. അതിൽ രാമായണ കഥയാണ് ചമ്പു രാമായണത്തിൽ പറയുന്നത്, വിവരിക്കുന്നത്. അസ്യ കർത്ത, ഈ ചമ്പു രാമായണത്തിൻ്റെ കർത്താവ് ഭോജരാജ. ഭോജരാജാവാണ് ചമ്പു രാമായണത്തിൻ്റെ കർത്താവ്. മഹാഭാരതസ്യ ശാന്തിപർവണി വർത്തമാന മൂഷകമാർജാര കഥ അത്ര ചമ്പുരൂപേണ അവതാര്യത്തെ. മഹാഭാരതത്തിലെ ശാന്തിപർവത്തിലെ മൂഷകമാർജാര കഥ ഇവിടെ ചമ്പുവായിട്ട് അവതരിപ്പിക്കുകയാണ്. കഥേയം, കഥ അധികം ഈയമാണ് കഥേയം. കഥേയം കുഞ്ചൻ നമ്പ്യാർ മഹാശയേന ഘോഷയാത്ര ഇതി തുള്ളൽ കാവ്യാഭി പരാമൃഷ്ട വർത്തതെ. ഈ കഥ കുഞ്ചൻ നമ്പ്യാർ ഓട്ടംതുള്ളലിൻ്റെ ഉപജ്ഞാതാവാണല്ലോ. അദ്ദേഹം ഘോഷയാത്ര എന്ന തുള്ളൽ കവിതയിൽ പരാമർശിച്ചിട്ടുണ്ട്. വായിക്കട്ടെ. ഇതിഹാസ പ്രസിദ്ധാസ മൂഷമാർജാരയോ കഥ ബാലാനാം സുഖബോധായ ചമ്പുരൂപേണ കഥ്യതേ. ഇതിഹാസ പ്രസിദ്ധാസ, ഇതിഹാസത്തിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. ഇതിഹാസങ്ങൾ രണ്ടാണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഇതിഹാസം എന്ന് പറഞ്ഞാൽ ആസ, ഇവിടെ ഇങ്ങനെ ഉണ്ടായിരുന്നു, അതായത് ചരിത്രം. ഇതിഹാസ പ്രസിദ്ധാസ മൂഷമാർജാരയോഹോ കഥ. മഹാഭാരതം എന്ന ഇതിഹാസ കാവ്യത്തിൽ മാർജാരയോഹോ, മൂഷകനും മാർജാരനും തമ്മിലുള്ള ഒരു കഥ ഉണ്ട്. ബാലാനാം സുഖബോധായ, ബാലാനാം വിദ്യാർത്ഥികൾക്ക്, കുട്ടികൾക്ക്, സുഖബോധായ വളരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ചമ്പുരൂപേണ കഥ്യതേ. ചമ്പു അതായത് മിശ്രകാവ്യമായിട്ട് ഇവിടെ പറയുന്നു. അഥ കഥാചിത്, കഥ തുടങ്ങണം. അഥ കഥാചിത് ക്ഷുധാർത്ഥ മാർജാര കാനനമാർഗേണ സഞ്ചരനാസീത്. അപ്പം എന്തേ പറഞ്ഞത്? കുഞ്ചൻ നമ്പ്യാരുടെ ഘോഷയാത്ര എന്ന തുള്ളൽ കാവ്യത്തിൽ ഈ മൂഷകനെയും മാർജാര മൂഷകയോ ഏക കഥ പരാമൃഷ്ടം ഭവതി തത് അത്ര ചമ്പുരൂപേണ അവതാര്യതേ എന്നാണ് പറയുന്നത്. അഥ കഥാചിത് ഒരിക്കൽ ക്ഷുധാർത്ഥ, ക്ഷുത്ത് എന്ന് പറഞ്ഞാൽ വിശപ്പാണ്. ക്ഷുധാർത്ഥ, ക്ഷുത്ത് വന്നിട്ട് പീഡിതനായിട്ട് വിശന്ന് വലഞ്ഞ മാർജാര കാനനമാർഗേണ സഞ്ചരന്നാസീത്. കാനനമാർഗേണ, കാനനത്തിലൂടെ, സഞ്ചരന്നാസീത്, സഞ്ചരൻ അധികം ആസീത്, സഞ്ചരിക്കുകയായിരുന്നു. അനവരതം ഇതസ്തതഃ അന്വിഷ്യാഭി സഹ. അനവരതം ഇതസ്തതഃ അന്വിഷ്യാഭി ഇതസ്തതഃ ഇതഃ തതഃ അന്വിഷ്യ അഭി, അന്വിഷ്യ, അന്വിഷ്യ അഭി അന്വേഷിച്ചിട്ടും സഹ ബിഡാലഹ കിം അഭി ഭോജ്യം ന ലഭത, ഒരു ഭോജ്യം, ഒരു ഭക്ഷണ സാധനം ന ലഭത അവന് കിട്ടിയില്ല. ക്ഷുധയാ പിപാസയാ ച നിതരാം പീഡിത, ക്ഷുത്ത് വിശപ്പ്, ക്ഷുധയാ വിശപ്പ് കൊണ്ട്, പിപാസ ദാഹം, പിപാസയാ ദാഹം കൊണ്ട്, നിതരാം പീഡിത വളരെയധികം വിശന്ന് വലഞ്ഞ ദാഹവും വിശപ്പും എല്ലാം കൂടെ അങ്ങോട്ട് കഷ്ടപ്പെടുത്തി പൂച്ചയെ. അങ്ങനെ ചിന്താകുലശ്ച സഹ, ചിന്താകുലനായിട്ടുള്ള അവൻ പുരതഃ ദൃഷ്ടേന മാർഗേണ അഗച്ഛത്, മുന്നിൽ കാണുന്ന വഴിയിലൂടെ അങ്ങോട്ട് നടന്നു. ജഡിതേ പെട്ടെന്ന് എന്തുണ്ടായി? അഹോ കഷ്ടം സമാർജാര ക്ഷുധാർത്ഥ ഖിന്നമാനസ വ്യാധേന കേനചിക്ഷിപ്തേ ജാലേ ബദ്ധോഭവസ്തദാ. അഹോ കഷ്ടം,
ഇത് പദ്യരൂപമാണേ. അഹോ കഷ്ടം സമാർജാര, കഷ്ടമായിപ്പോയി. സഹ മാർജാര ക്ഷുധാർത്ഥ, ക്ഷുധാർത്ഥ സഹ മാർജാര ഖിന്നമാനസ, ദുഃഖിതനായ മനസ്സോട് കൂടിയിട്ട് വ്യാധേന കേനചിക്ഷിപ്തെ, ഒരു വ്യാധൻ, ഒരു വേടൻ വിരിച്ചിട്ടുള്ള വലയിൽ ജാലം വല ബദ്ധ അഭവത്തത, അവനങ്ങനെ മുന്നോട്ട് നടക്കുമ്പോൾ ഒരു വലയിൽ പെട്ടു. അഹോ കഷ്ടം സമാർജാര ക്ഷുധാർത്ഥ ഖിന്നമാനസ വ്യാധേന കേനചിക്ഷിപ്തെ ജാലേ ബദ്ധോ ഭവത്തത. ജാലേ ബദ്ധ, വലയിൽ കുടുങ്ങിയപ്പോൾ പിന്നെ എന്തുണ്ടായി? സഹരോദിതി സ്മ, സ്മ എന്നതിൻ്റെ യോഗത്തിൽ ഭൂതകാല അർത്ഥമായി. അപ്പം അവനങ്ങനെ മ്യാവു മ്യാവു കരഞ്ഞു. ഹാ ഹാ മാം രക്ഷ രക്ഷേതി ഹസ്തൗ പാദൗ ച കമ്പയൻ മ്യാവൂ മ്യാവൂ ച ആരവേണ, മ്യാവൂ മ്യാവൂ ച രാവേണ വിടാലോ വ്യലവത്തത. ഹാ ഹാ മാം രക്ഷ രക്ഷ ഇതി ഹസ്തൗ പാദൗ ച കമ്പയൻ മ്യാവൂ മ്യാവൂ ഉച്ചരാവേണ വിടാലോ വ്യലവത്തത. ഹാ ഹാ കഷ്ടം കഷ്ടം. മാൻ രക്ഷ, എന്നെ രക്ഷിക്കൂ രക്ഷിക്കൂ. ഹസ്തവും പാദവും ച കമ്പയൻ, കയ്യും കാലും ഒക്കെ ഇളക്കി നോക്കണുണ്ട്. മ്യാവു മ്യാവു ഉച്ചരാവേണ, ഉറക്കെ മ്യാവു മ്യാവു എന്ന് ഉറക്കെയുള്ള ശബ്ദത്തിൽ പറഞ്ഞിട്ട് കരഞ്ഞിട്ട് ഉറക്കെയുള്ള ശബ്ദത്തിൽ വിടാലഹ വ്യലപത്തത, വിടാലം പൂച്ച, വിടാലഹ പൂച്ച വ്യലപത് വിലപിച്ചു, തഥാ വിലപത് അപ്പോൾ പൂച്ച ഉറക്കെ കരഞ്ഞു. ഹാ ഹാ മാം രക്ഷ രക്ഷേതി ഹസ്തൗ പാദൗ ച കമ്പയൻ മ്യാവൂ മ്യാവൂ ഉച്ചരാവേണ വിടാലോ വ്യലപത്തത. ജലാത് കഥഞ്ചിത്, ജലല്ല ജാലാത് കഥഞ്ചിത് മുക്തിം പ്രാപ്തും സഹ മാർജാരഃ സുതരാം യതതേ സ്മ പരന്തോ അത്യന്തം ശ്രാന്തഃ സഹ ജാലതന്തൂൻ കർത്തയിതും അശക്തഃ അഭവത്. തസ്യ രോദനം ശ്രുത്വാ നികടസ്ഥാനാത് വിടഭകോടരാത് കശ്ചന മഹാമൂഷകഃ ബഹിരാഗതഃ തം ദൃഷ്ട്വാ മാർജാരഃ ദീനസ്വരേണ അവദത്. അപ്പോൾ പൂച്ചപ്പ എവിടെ പെട്ടത്? വലയ്ക്കുള്ളിൽ അകപ്പെട്ടു അല്ലേ? ജാലാത് വലയിൽ നിന്ന്, കഥഞ്ചിത് മുക്തിം പ്രാപ്തു എങ്ങനെയെങ്കിലും വലയിൽ നിന്ന് രക്ഷപ്പെടണം, അതിനുവേണ്ടി സഹ മാർജാരഹ ആ മാർജാരൻ സുതരാം യതദേസ്മ കുറേ യത്നിക്കുന്നുണ്ട്, പരിശ്രമിക്കുന്നുണ്ട്. പരന്തു എന്നാൽ അത്യന്തം ശ്രാന്തഃ സഹ വളരെയധികം ക്ഷീണിതനായ അവൻ ജാലതന്തൂൻ കർത്തയിതും അശക്താഭോ ഈ ജാലത്തിൻ്റെ വലയുടെ കണ്ണികൾ കർത്തയിതും മുറിക്കുവാൻ വെട്ടുവാൻ അശക്താഭോ അവന് പറ്റിയില്ല, കഴിഞ്ഞില്ല. എന്തുകൊണ്ട്? വിശപ്പുള്ളതുകൊണ്ട്. തസ്യരോദനം ശ്രുത്വ അവൻ്റെ കരച്ചിൽ കേട്ടിട്ട് ശ്രുത്വ ത്വാന്തമവ്യം നികടസ്ഥാനാത് വിടപകോടരാത് നികടം സമീപം, നികടസ്ഥാനത്തുള്ള ഒരു സമീപത്ത് തന്നെ ഉണ്ടായിരുന്ന ഒരു വിടപ കോടരാത്, വിടപം വൃക്ഷം, കോടരം പൊത്ത്, ഒരു മരത്തിൻ്റെ പൊത്തിൽ നിന്ന് കശ്ചന മഹാമൂഷക ബഹിരാഗത. ആരാണാവോ ഈ കാട്ടിൽ ഇത്രയും കഷ്ടപ്പെട്ട് മ്യാവു മ്യാവു എന്ന് കരയുന്നു? പൂച്ച തന്നെ. എന്നാലും വേണ്ടിയില്ല, അവൻ എന്ത് ചെയ്ത്? മഹാമൂഷക, അവനൊരു ഒരു വലിയ എലിയാണ്. അവൻ ബഹിഹി ആഗത, ബഹിഹി പുറത്തേക്ക് വന്നു. ബഹിഹി ആഗത ബഹിരാഗത തം ദൃഷ്ട്വാ മാർജാരഃ ദീനസ്വരേണ അവദത്. തം ദൃഷ്ട്വാ അവനെ കണ്ടിട്ട്, ദൃഷ്ട്വാ ത്വാന്തമവ്യം ദീനസ്വരേണ മാർജാരഃ അവദത് വളരെ ദീനമായ സ്വരത്തോടു കൂടിയിട്ട് മാർജാരൻ പറഞ്ഞു, സത്വരം രക്ഷ മാമാഖോ ബദ്ധോ ജാലേ അത്ര മിത്രക നാസ്തി മേ ശത്രുതാ കിഞ്ചിത് ത്വാമഹം ശരണം ഗത. സത്വരൻ രക്ഷ മാമാഖോ ബദ്ധോ ജാലേ അത്ര മിത്രക നാസ്തി മേ ശത്രുതാ കിഞ്ചിത് ത്വാമഹം ശരണം ഗത.
ആഖോ, ആഖോ എന്ന് പറഞ്ഞ എലിയാണ്. ആഖോ അല്ലയോ എലി, ഏ മാം സത്വരം രക്ഷ, മാമാഖോ, മാം അധികം ആഖോ, എൻ്റെ എലി അല്ലെങ്കിൽ എലിയെ എന്നെ ഒന്ന് രക്ഷിക്കൂ. ജാലോ അഹം അത്ര ജാലേ ബദ്ധ, ഈ ജാലത്തിൽ ഞാൻ അകപ്പെട്ടു മിത്രക, എൻ്റെ കൂട്ടുകാരാ. ഞാൻ വലയ്ക്കുള്ളിലായിപ്പോയി. നാസ്തിമേ ശത്രുത കിഞ്ചിത്, എനിക്ക് നിന്നോട് യാതൊരു ശത്രുതയില്ല. ശത്രുത കിഞ്ചിത് ത്വാമഹം ശരണംഗത, ഞാൻ നിന്നെ ശരണം പ്രാപിക്കുകയാണ്. നിന്നോട് പ്രണാമം ചെയ്ത് ഞാൻ പറയാണ്, എന്നെ ഈ വലയിൽ നിന്നൊന്ന് രക്ഷിക്കൂ എന്ന്. ഒന്നും കൂടെ വായിക്കട്ടെ. സത്വരം രക്ഷ മാമാഖോ, ബദ്ധോ ജാലേ അത്ര മിത്രക, നാസ്തിമേ ശത്രുത കിഞ്ചിത് ത്വാമഹം ശരണംഗത. ഇത് കേട്ടു ആര്? എലി. അങ്ങനെ എലി എന്ത് ചെയ്ത്? പിന്നെ ഒന്നും ചിന്തിച്ചില്ല. എലി ജാലത്തിൻ്റെ തന്തുക്കൾ, വലയുടെ കണ്ണികളൊക്കെ കടിച്ച് മുറിച്ചു. ആജന്മശത്രോഹോ സുചാരു പ്രശംസയാ സംപ്രീതഃ സഹ മൂഷകഃ വൈരം സർവം വിസ്മൃത്യ ജാലതന്തോൻ കർത്തയിത്വാ മാർജാരം മോചിതവാൻ. ആജന്മശത്രുക്കളാണ് അവർ. ജനിച്ചപ്പോൾ മുതൽ അവർ ശത്രുക്കളായിട്ടാണ് ജനിക്കുന്നത്. സുചാരു പ്രശംസയാ, പക്ഷേ ഇവൻ്റെ പ്രശംസ കേട്ടപ്പോൾ എൻ്റെ എലി എന്നെ ഒന്നിങ്ങനെ രക്ഷിക്കൂ എന്നൊക്കെ പറഞ്ഞല്ലോ, എനിക്ക് നിന്നോട് യാതൊരു ശത്രുതയില്ല, ഇനി മേലാൽ നമ്മൾ മിത്രങ്ങളാണ് എന്നൊക്കെ പറഞ്ഞല്ലോ. സുചാരു പ്രശംസയ, അങ്ങനെ വളരെ നല്ല പ്രശംസ കേട്ടിട്ട് പ്രീതനായിട്ടുള്ള സഹ മൂഷക, ആ മൂഷകൻ വൈരം സർവം വിസ്മൃത്യ, അവൻ്റെ മനസ്സിലുള്ള എല്ലാ വൈരവും വിസ്മൃത്യ ലബന്ധവ്യം വിസ്മരിച്ചിട്ട് ജാലതന്തോൻ കർത്തയിത്വാ, ത്വാന്തമവ്യം കർത്തയിത്വാ, ജാലതന്തുക്കൾ മുറിച്ചിട്ട് മാർജാരം മോചിതവാൻ, മാർജാരനെ എന്ത് ചെയ്ത്? മോചിതവാൻ, ആ വലയിൽ നിന്ന് മോചിപ്പിച്ചു. പദച്ഛേദം. സഞ്ചരനാസീത്, സഞ്ചരൻ അധികമാസീത്. അന്വേഷ്യാമി അല്ല അന്വേഷ്യാഭി, അന്വേഷ്യ ലബന്ധവിയാണ്, അധികം അഭി. നാലഭത നാധികം അലഭത. ബദ്ധോ അഭവത് തഥാ ബദ്ധഃ അഭവത് തഥാ. രക്ഷേതി രക്ഷ ഇതി. വ്യലപത് തഥാ വ്യലപത് തഥാ. ബഹിരാഗതഃ ബഹിഃ ആഗതഃ. മാമാഖോ മാം അധികം ആഖോ. ജാലേ അത്ര ജാലേ അധികം അത്ര. ത്വാമഹം ത്വാം അധികം അഹം. പിപാസയ പാതുമിച്ഛ പിപാസ തയാ പിപാസയ. ക്ഷുധാർത്ഥഃ ക്ഷുധയാ ആർത്തഃ, വിശപ്പ് കൊണ്ട് വലഞ്ഞവൻ. മഹാമൂഷകഃ മഹാൻച, അവൻ മഹാനുമാണ്. അസോ മൂഷകഃ മൂഷകനുമാണ്. രാവേണ രവഹ ഏവ രാവഹ, രവം ശബ്ദം അതുതന്നെയാണ് രാവഹ എന്ന് പറഞ്ഞാലും. രവഹ ഏവ രാവഹ തേന, ആ വലിയ ശബ്ദത്തോടെ. പാഠഭാഗം ഭാവതാളപൂർവകം ചെയ്തു. വളരെ നന്നായിട്ട് പാഠഭാഗം വായിക്കണം. ശ്രദ്ധേയാംശ ഉചിത ഭാവ താള ച അക്ഷരസ്ഫുടത ആശയാവബോധ അവതരണ കൗശലം. ചിത്രാനുസാരം കഥാം പൂരയിതു. ചിത്രമിടുണ്ട്, അതിന് അടിക്കുറിപ്പ് കൊടുത്തിട്ട് കഥയാക്കണം. നോക്കാം. ഭോ മൂഷകമിത്ര, ഭോ മൂഷകമിത്ര, ഇതാര് പറയാണ്? കൃപയാ ബഹി ആഗച്ഛതു ബിഡാലഹ അല്ലേ, മാർജാരഹ. എവിടെ കൊടുക്കണം? നിങ്ങൾക്ക് ഇഷ്ടമുള്ളിടത്ത് കൊടുത്തോളേ, പക്ഷെ ശരിയാവണമെന്ന് മാത്രം. അഹോഭാഗ്യം കഥഞ്ചിത് രക്ഷിത, അവൻ വലയൊക്കെ മുറിച്ച് എങ്ങനെയെങ്കിലും അവൻ രക്ഷിക്കപ്പെട്ടു. എലിയാൽ രക്ഷിക്കപ്പെട്ടു. ഹാ ഹന്ത മമ ദൗർഭാഗ്യം. അപ്പോഴേ
ആരാണിത്? ഹന്ത മാമ ദൗർഭാഗ്യം, ഇവനെ കൊല്ലേണ്ടിയിരുന്നില്ലേ. ഉപകാരം ചെയ്ത ആളോട് അങ്ങനെ വിചാരിക്കാൻ പാടുണ്ടോ? ഉപകാരം ചെയ്ത ആളോട് കൃതജ്ഞത വേണം, നന്ദി വേണം. നമുക്ക് എന്തൊരു കാര്യം ഒരാൾ വാക്കായിട്ടോ പ്രവൃത്തിയായിട്ടോ എന്ത് തന്നെ ആയാലും ഒരാളൊരു ഉപകാരം ചെയ്തു തന്നാൽ ആ ഉപകാര സ്മരണ വേണം, അതാണ് കൃതജ്ഞത വേണം. ഇവിടെ അപ്പം മറ്റാൾ വിചാരിക്കുന്നത് എന്താണ്? എന്താ മമ ദൗർഭാഗ്യം എന്നാണ് വിചാരിക്കുന്നത്. പൂച്ച തന്നെയാവും അല്ലേ? രേ മാർജാര തവ മനോഗതമോഹൻ ജാനാമി. രേ മാർജാര, അതാരാ പറയുന്നത്? അല്ലയോ മാർജാര, എൻ്റെ മനോഗതം എനിക്ക് മനസ്സിലായി, പക്ഷേ എന്നെ കിട്ടില്ല അതിന് അല്ലേ എന്നാണ് പറയുന്നത്. അപ്പം ഇനി അടിക്കുറിപ്പെഴുതി എഴുതണം. ശ്രദ്ധേയം അംശവും ഉചിതം വാക്യപൂരണം ആശയാവബോധ. അടുത്തത് അധോദത്തം പട്ടികാം പഠിത്വ സൂചനാനുസാരം വാക്യാനി രചയതു. സൂചന പോലെ വാക്യം എഴുതുക. എങ്ങനെയാണ് സൂചന? മൂഷകഹ എന്നുണ്ട്, കോടരഹ എന്നുണ്ട്, ബഹി എന്നുണ്ട്, ആഗച്ഛതി ഉണ്ട്. ഇതെല്ലാം കൂടെ ചേർത്തിട്ടൊരു വാക്യമാക്കി. എങ്ങനെയാണ്? മൂഷകഹ കോടരാത് ബഹി. ബഹി എന്ന അവ്യയാണ്, അതിൻ്റെ യോഗത്തിൽ അത് പഞ്ചമി വിഭക്തി ആയിരിക്കണം. അപ്പം കോടരാത് ബഹി ആഗച്ഛതി. സർപ്പ ബിലം ബഹി ആഗച്ഛതി. സർപ്പ ബിലാത് ബഹി, മാളത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്നു. ഖഗഹ കന്ദര ബഹി ആഗച്ഛതി. ഖഗഹ പക്ഷി, കന്ദരാത് ആ ഒരു പൊത്തിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്നു. സിംഹ നീടം ബഹിഹി ആഗച്ഛതി. ഇവിടെ ഒരു തെറ്റ് പറ്റിയിട്ടുണ്ട്. ഈ ഖഗഹ എന്നുള്ളിടത്തല്ലേ നീടം വേണ്ടത്? ഖഗഹ നീടാത് ബഹിഹി ആഗച്ഛതി. പക്ഷി നീടത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്നു, അങ്ങനെ ആക്കണം. തെറ്റിപ്പോയതാണ്, ക്ഷമിക്കണേ. പിന്നെ സിംഹ കന്ദരാത് ബഹിഹി ആഗച്ഛതി. പഞ്ചമി വിഭക്തിയൊക്കെ ആക്കിയത് ശരിയാണ്, പക്ഷേ ഒരു അർത്ഥം നോക്കുമ്പോൾ അതൊരു യോജിപ്പില്ല. സിംഹ കന്ദരാത്, ആ കന്ദരം ഗുഹയുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വന്നു. മൂഷക കോടരാത് ബഹി ആഗച്ഛതി. അർത്ഥം കൂടെ നോക്കിയിട്ട് വേണം പഞ്ചമി വിഭക്തിയിലെ വാക്ക് ചേർക്കുക. അതോ ദത്താനി വാക്യാനി സങ്കണകയന്ത്രേ ടങ്കണകം കൃത്വ പരിരക്ഷതോ. താഴെ കൊടുത്തിട്ടുള്ള വാക്യങ്ങൾ നിങ്ങളുടെ സങ്കണകയന്ത്രം കമ്പ്യൂട്ടറിൽ രേഖപ്പെടുത്തി വയ്ക്കുക, സേവ് ചെയ്യുക. കേരളീയേഷു ചമ്പൂകാവ്യകർത്തൃഷു പ്രമുഖോ ഭവതി മേൽപ്പത്തൂർ നാരായണ ഭട്ടപാദഃ. സ്യമന്തകം, ദൂതവാക്യം, കൗന്ദേയാഷ്ടകം, രാജസൂയം ഇത്യാദീനി തസ്യ ചമ്പൂകാവ്യേഷു പ്രസിദ്ധാനി ഭവന്തി. കേരളീയേഷു കേരളത്തിൽ ചമ്പൂകാവ്യകർത്തൃഷു ചമ്പൂകാവ്യങ്ങൾ എഴുതിയതിൽ പ്രമുഖനായ ഒരാൾ മഹാനാണ് മേൽപ്പത്തൂർ നാരായണ ഭട്ടപാദഃ. അദ്ദേഹത്തിൻ്റെ സ്യമന്തകം, പിന്നെ ദൂതവാക്യം, അതായത് ഒരു നാടകമാണ് കേട്ടോ ദൂതവാക്യം. അത് പിന്നെ അദ്ദേഹം എന്ത് ചെയ്ത് ചമ്പുകാവ്യാക്കിയിട്ട് മാറ്റി. ദൂതവാക്യം ഭോജരാജാവിൻ്റെ നാടകമാണ്. കൗന്ദേയാഷ്ടകം ഇതും ചമ്പുവാക്കി. രാജസൂയം ചമ്പുകാവ്യാക്കി പ്രസിദ്ധം ആക്കി. കാവ്യശാസ്ത്രാദിഷു അഭി അനേകേ ഗ്രന്ഥാः അനേന വിരചിതാः. ഇദ്ദേഹം വ്യാകരണ ഗ്രന്ഥങ്ങളും കാവ്യങ്ങളും എല്ലാം തന്നെ പ്രതീതമാണ്, നാരായണീയം എല്ലാം തന്നെ അദ്ദേഹം വിരചിച്ചിട്ടുണ്ട്. സൂചനാനുസാരം കോഷ്ടകേ ദത്തം പദം പഞ്ചമി വിഭക്തി അന്തരൂപദേന പരിവർത്തിയ വാക്യാനി പൂരയതു. സൂചന പോലെ ബ്രാക്കറ്റിലുള്ള പദം പഞ്ചമി വിഭക്തി ആക്കിയിട്ട് മാറ്റി എഴുതണം.
അപ്പോൾ ബാലകः വിദ്യാലയാത് ഗൃഹം ഗച്ഛതി. വിദ്യാലയ എന്നുള്ളത് വിദ്യാലയാത് ഗൃഹം ഗച്ഛതി. ഗംഗ ഹിമാലയാത് പ്രവഹതി. ശിശു തൽപാത് ഉത്തിഷ്ഠതി. എന്താ ഗംഗ ഹിമാലയാത് പ്രവഹതി എന്ന് പറഞ്ഞാൽ ഗംഗ ഹിമാലയത്തിൽ നിന്ന് പ്രവഹിക്കുന്നു. ശിശു തൽപാത് ഉത്തിഷ്ഠതി, കുട്ടി കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കുന്നു. വാനരഹ വൃക്ഷാത് അവതരതി. വാനരൻ വൃക്ഷത്തിൽ നിന്നിറങ്ങുന്നു. പിതാ നഗരാത് ആഗച്ഛതി. അച്ഛൻ നഗരത്തിൽ നിന്ന് വരുന്നു. സിംഹ വനാത് ആഗച്ഛതി. സിംഹം വനത്തിൽ നിന്ന് വരുന്നു. അടുത്തത് അപ്പോൾ പഞ്ചമീഭക്തിയാക്കിയല്ലോ. ഇനി ഇവിടെ ഉകാരാന്ത പുല്ലിംഗ തന്തു ശബ്ദ. തന്തു നൂല്, തന്തു അതിൻ്റെ 7 വിഭക്തി നമുക്കൊന്ന് നോക്കാം. അതിനുശേഷം വേറൊരു വാക്ക് വെച്ചിട്ട് നമുക്ക് എഴുതണം, പറയണം. നോക്കാം. പ്രഥമ വിഭക്തിയിൽ തന്തുഹു തന്തോ തന്തവഹ. ഹേ സംബോധന പ്രഥമ ഹേ തന്തോ ഹേ തന്തോ ഹേ തന്തവഹ. ദ്വിതീയ വിഭക്തിയിൽ തന്തും തന്തോ തന്തോൻ. തൃതീയ തന്തുന തന്തുഭ്യാം തന്തുഭിഃ. ചതുർത്ഥി തന്തവേ തന്തുഭ്യാം തന്തുഭ്യഃ. പഞ്ചമീഭക്തി തന്തോഃ തന്തുഭ്യം തന്തുഭ്യഃ. ഷഷ്ഠീഭക്തി തന്തോഃ തന്തോഃ തന്തൂനാം. സപ്തമീഭക്തി തന്തൗ തന്തോഃ തന്തുഷു. വളരെ എളുപ്പമുള്ളൊരു വാക്കാണ് സൂനു. അത് വെച്ചിട്ടൊന്ന് പറഞ്ഞു നോക്കാം. നമ്മൾ പ്രഥമ വിഭക്തിയിൽ സൂനുഹു സൂനോ സൂനവഹ. ഹേ സൂനോ ഹേ സൂനു ഹേ സൂനവഹ. സൂനും സൂനു സൂനൂൻ. സൂനുന സൂനുഭ്യാം സൂനുഭിഃ. സൂനവേ സൂനുഭ്യാം സൂനുഭ്യഃ. സൂനോഃ സൂനുഭ്യാം സൂനുഭ്യഃ. സൂനോഃ സൂന്യോഃ സൂനൂനാം. സൂനൗ സൂന്യോഃ സൂനുഷു. ഇതും എന്താണ് പറയാം, സിദ്ധരൂപോച്ചാരണത്തിന് പഠിക്കേണ്ട വാക്കാണ്. രുതിര് ധാതു അശ്രുവിമോചനെ. രുതിര് എന്ന ധാതു അശ്രുക്കൾ വിമോചനം ചെയ്യാറിഞ്ഞ കരയുക എന്നുള്ള അർത്ഥത്തിൽ പരസ്മൈപതി ലട്ട്. പ്രഥമ പുരുഷനിൽ രോദിതി രുദിത രുദന്തി. നിങ്ങൾ അങ്ങനെ പ്രതീക്ഷിക്കില്ലല്ലോ വാക്ക്. രോദിതി രുദിത രുദന്തി. മധ്യമപുരുഷൻ രോദിഷി രുദിത രുദിധ. ഉത്തമപുരുഷൻ രോദിമി രുദിവഹ രുദിമഹ. ഇതും പഠിക്കേണ്ട വാക്കാണ്. ഇനി ഈ രോദിതി എന്ന പോലെ ആ വാക്ക് തന്നെ ഉള്ളൂ. വേറൊരു വാക്കും അതിന് അതുപോലെയുള്ള ഉച്ചാരണം ഉള്ളതില്ല. ഇനി മൂഷകൻ എന്ന വാക്കിൻ്റെ പര്യായം. ഉന്തുരു മൂഷകോപ്യാഖു. ഉന്തുരു മൂഷകഃ ആഖു. മൂഷകൻ്റെ പര്യായം എലി. മാർജാരഃ ഓതു ബിഡാലോ മാർജാരോ വൃഷദംശക ആഖുഭുക്. ഓതു ബിഡാലഹ മാർജാരഹ വൃഷദംശക ആഖുഭുക്. ഇതൊക്കെ മാർജാരൻ്റെ പര്യായം. വ്യാധഃ വ്യാധോ മൃഗവധാജീവോ മൃഗായു ലുബ്ധഗോപി സഹ. വ്യാധഃ വേടൻ. മൃഗവധാജീവഃ മൃഗത്തെ വധിച്ചിട്ട് ജീവിക്കുന്ന ആള്. മൃഗായു വേടൻ. ലുബ്ധഗഃ വേടൻ. വിശേഷപ്രയോഗഃ ഇത് പ്രധാനപ്പെട്ടതാണ്, എപ്പോഴും നിങ്ങളെ കൂടെ ഉണ്ടാവും. ബഹി യോഗേ പഞ്ചമി. ബഹി എന്നതൊരു അവ്യയാണ്. അതിൻ്റെ യോഗത്തിൽ പഞ്ചമി വിഭക്തിയിലാണ് വാക്ക് പ്രയോഗിക്കുക. ബഹി ശബ്ദയോഗേ പഞ്ചമി വിഭക്തി പ്രയുജ്യതേ. അഥ രാജഃ വനാത് ബഹിഃ ഗച്ഛതി. അടുത്തത് ശബ്ദകോശം. അനവരതം നിരന്തരം. ആഖു മൂഷക എലി. കർത്തയിത്വ കർത്തനം കൃത്വ മുറിച്ചിട്ട്. കോടരഹ നിഷ്കുഹഃ പൊത്ത്. ജാലം ആനായഹ വല. തന്തു സൂത്രം നൂല്. നികടം സമീപം അടുത്ത്. പിപാസ തൃഷ ദാഹം. രാവഹ ശബ്ദഃ ശബ്ദം. രോദിതി ക്രന്ദതി കരയുന്നു. ഇടവഹ വൃക്ഷഃ മരം. വൈരം ശത്രുത ശത്രുത. വ്യാധഃ ലുബ്ധകഃ വേട്ടക്കാരൻ. ശ്രാന്തഃ ക്ലാന്തഃ ക്ഷീണിച്ചവൻ. സുചാരു പ്രശംസ മനോഹര പ്രശംസ. അധികതംശാഹ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ. പാഠഭാഗം സത്വരം പഠത് കഥാമലിഖത് ബഹി ഇത്യവ്യസ്യ
അവ്യം ഉപയുജ്യ വാക്യാനി അലിഖത് പഞ്ചമ്യന്തപദാനി ഉപയുജ്യ വാക്യാനി അലിഖത്. അടുത്തത് അക്ഷരമാല നമ്മൾ പഠിച്ചതാണ് എന്ന് ഒന്നുകൂടെ നോക്കാം. സ്വരാഹ ഹ്രസ്വസ്വരാഹ ദീർഘസ്വരാഹ. ഹ്രസ്വമായിട്ട് ചുരുക്കി ഉച്ചരിക്കുന്ന അക്ഷരങ്ങളും ദീർഘമായിട്ട് നീട്ടി ഉച്ചരിക്കുന്ന അക്ഷരങ്ങളും എന്നാണ് അതിൻ്റെ അർത്ഥം. ഞാൻ രണ്ടും നേരെയാണ് വായിക്കുന്നത്. ഹ്രസ്വം ആദ്യം വായിക്കും, പിന്നെ ദീർഘം വായിക്കും. അ ആ ഇ ഈ ഉ ഊ ഋ ഋ ള്. ള് എന്നതിന് ദീർഘമില്ല. എന്താ അവിടെ അടയാളം കറുപ്പിച്ച് എഴുതിയതെന്നുള്ളത് മനസ്സിലാവുന്നില്ല. ള് എന്നുള്ളത് ദീർഘമായിട്ട് കണ്ടിട്ടില്ല എവിടെ. എ ഐ ഓ ഔ അം എന്നുള്ളത് അനുസ്വാരത്തിൻ്റെ ആ കുത്ത് മേലിട്ടാൽ മതി. മറ്റേത് അങ്ങനെ കണ്ടിട്ടില്ല. വിസർഗത്തിന് ആ രണ്ട് കുത്തും ഇട്ടാൽ മതി. അം അഹ. അപ്പോൾ ഇനി താഴത്തേക്ക് വായിക്കാം. ആ ഹ്രസ്വാക്ഷരങ്ങൾ അ ഇ ഉ ഋ ള്. ദീർഘാക്ഷരം ആ ഇ ഊ ഋ ഋ. എ ഐ ദീർഘമാണ്, ഓ ഔ ദീർഘമാണ്, അം അനുസ്വാരമാണ്, അഹ വിസർഗമാണ്. ഇനി വ്യഞ്ജനങ്ങൾ. വ്യഞ്ജനങ്ങളെ നമ്മൾ ഉറപ്പിച്ച് ഉച്ചരിക്കുന്നതും ഘോഷത്തിൽ ഉച്ചരിക്കുന്നതൊക്കെ കണ്ട് വേറെ വേറെ ആക്കിയിട്ടുണ്ടല്ലോ. അത് 5 ആക്കി തിരിച്ചിട്ടുണ്ട്. ഖരം. ഓരോരോ വർഗത്തിലും ആദ്യമുള്ള അക്ഷരം ഖരാക്ഷരങ്ങളാണ്. അധിഖരം, രണ്ടാമത്തെ അക്ഷരമൊക്കെ അധിഖരമാണ്. മൂന്നാമത്തെ പറയുന്ന അക്ഷരങ്ങൾ മൃദുവാണ്. നാലാമത്തെ ഘോഷമാണ്. അഞ്ചാമത്തെ അനുനാസികയാണ്. അപ്പോൾ എങ്ങനെയൊക്കെയാണ്? ഖരാഹ അധിഖരാഹ മൃദവഹ ഘോഷാഹ അനുനാസികാഹ. കവർഗത്തിലുള്ള അക്ഷരങ്ങൾ ക ഖ ഗ ഘ ങ. ചവർഗത്തിലുള്ള അക്ഷരങ്ങൾ ച ഛ ജ ഝ ഞ. ടവർഗത്തിലുള്ള അക്ഷരങ്ങൾ ട ഠ ഡ ഢ ണ. ടവർഗത്തിലുള്ള അക്ഷരങ്ങൾ ത ഥ ദ ധ ന. പവർഗത്തിലുള്ള അക്ഷരങ്ങൾ പ ഫ ബ ഭ മ. പിന്നെ അന്തസ്ഥങ്ങൾ മധ്യമാഹ എന്ന് പറയുന്നുണ്ട്. യ ര ല വ ഊഷ്മണഹ ശ ഷ സാഹ. അപ്പോൾ അത് നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. ഇതിൽ നമുക്ക് പല കാര്യങ്ങളും ചെയ്യാനുള്ള സ്ഥലമൊക്കെ ഉണ്ട്. എല്ലാം നിങ്ങൾ ചെയ്യുക. പിന്നെ താഴെ പറയുന്നതെല്ലാം വായിച്ച് നിങ്ങൾ നല്ല മിടുക്കന്മാരും മിടുക്കികളും ഒക്കെ ആയിട്ട് നല്ല കുട്ടികളായിട്ട് തീരുക. അപ്പോൾ ഈ പാഠം ഇവിടെ അവസാനിച്ചിട്ടുണ്ട്. ടീച്ചർക്ക് ഒരു കാര്യം ഇവിടെ ചെയ്യാൻ ബാക്കിയാണ്. ഈ പാഠത്തിൻ്റെ ആദ്യ ഭാഗം ഇത് തുടങ്ങുന്നുണ്ടല്ലോ, അവിടെ ഒരു പ്രാവശ്യം ടീച്ചർ വായിക്കും. അതിലും കൂടെ നിങ്ങളൊന്ന് ക്ഷമിക്കണം. നോക്കാം. ദശമഹ പാഠ ദീനദയാലുത. കഷ്ടപ്പെടുന്നവരോടുള്ള ദയ അത് വേണം. അതിനാണ് ദയാലുത എന്ന് പറയുന്നത്. ടോം മാർജാരസ്യ ജരി മൂഷകസ്യ ച വ്യംഗ്യ ചലച്ചിത്രം പ്രദർശയതി. ഒരു എലിയുടെയും പൂച്ചയുടെയും എലിയുടെയും ഒരു ചിത്രം ഇവിടെ പ്രദർശിപ്പിക്കുന്നു. ടോമാണ് പൂച്ച, ജരിയാണ് മൂഷകൻ. മൂഷകസ്യ മാർജാരസ്യ ച വിശേഷതാഹ കാഹ. മൂഷകനും മാർജാരനും എലിയും പൂച്ചയും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാം. ഇത്യസ്മിൻ വിഷയ ചർച്ചാം കാരയതി. നിങ്ങൾ ചർച്ച ചെയ്യണം. ആമുഖം. ഗദ്യം പദ്യം മിശ്രം ഇതി കാവ്യം ത്രിവിധം ഭവതി. ഗദ്യം പദ്യം മിശ്രം എന്നിങ്ങനെ 3 വിധത്തിലാണ് കാവ്യമുള്ളത്. ഗദ്യപദ്യമയം കാവ്യം ഭവതി മിശ്രകാവ്യം. ഗദ്യവും പദ്യവും ഇടകലർന്നിട്ടുള്ള കാവ്യമാണ് മിശ്രകാവ്യം. മിശ്രകാവ്യസ്യ ചമ്പൂകാവ്യം ഇതി നാമാന്തരമസ്തി. മിശ്രകാവ്യത്തിന് ചമ്പൂകാവ്യം എന്നൊരു പേരും കൂടി ഉണ്ട്. പ്രഥമം ചമ്പൂകാവ്യം ഭവതി ചമ്പൂരാമായണം. ഒന്നാമത്തെ ചമ്പൂകാവ്യമാണ് ചമ്പൂരാമായണം. അസ്യ കർത്താവ് ഭോജരാജ. കർത്താവ് ഭോജരാജനാണ്. മഹാഭാരതസ്യ ശാന്തിപർവണി വർത്തമാന മൂഷകമാർജാര കഥ അത്ര ചമ്പൂരൂപേണ അവതാര്യതേ. മഹാഭാരതം ഇതിഹാസ ഗ്രന്ഥമാണല്ലോ രാമായണവും മഹാഭാരതവും. ആ മഹാഭാരതത്തിലെ ശാന്തിപർവ്വത്തിലെടുത്തിട്ടുള്ള മൂഷകമാർജാരയോഹോ കഥയാണ് ഇവിടെ ചമ്പുവായിട്ട് പറയുന്നത്. കഥേയം കുഞ്ചൻ നമ്പ്യാർ മഹാശയന. ഈ കഥ കുഞ്ചൻ നമ്പ്യാർ മഹാശയൻ ഘോഷയാത്ര ഇതി തുള്ളൽ കാവ്യാഭി പരാമൃഷ്ട ഭവതി. കുഞ്ചൻ നമ്പ്യാരാണ് തുള്ളൽ കവിതയുടെ ഉപജ്ഞാതാവ്. അദ്ദേഹം തൻ്റെ തുള്ളൽ കവിതയായ ഘോഷയാത്രയിൽ ഈ എലിയും പൂച്ചയും തമ്മിലുള്ള ആ കഥ വളരെ സരസമായിട്ട് വർണ്ണിച്ചിട്ടുണ്ട്. നിങ്ങളത് എങ്ങനെയെങ്കിലും സംഘടിപ്പിച്ചൊക്കെ ഒന്ന് വായിച്ചു നോക്കുക. വളരെ എളുപ്പമാണ് വായിക്കാനൊക്കെ. ഇനി ബാക്കി
ഇതിഹാസപ്രസിദ്ധാ മൂഷമാർജാരയോः കഥ ബാലാനാം സുഖബോധായ ചമ്പൂരൂപേണ കഥ്യത്തെ. ഇതിഹാസപ്രസിദ്ധമായ ആ കഥ, അതായത് മൂഷകമാർജാരയോः കഥ ബാലാനാം സുഖബോധായ, കുട്ടികൾക്ക് വേഗത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി ചമ്പൂരൂപേണ കഥ്യത്തെ, ചമ്പു എന്ന പേരിൽ ഞാനിവിടെ പറയുകയാണ്. അഥാ കഥാചിത്, ഒരിക്കൽ ക്ഷുധാർത്ഥഃ മാർജാര, വിശന്നു വലഞ്ഞ മാർജാരൻ കാനനമാർഗേണ സഞ്ചരനാസീത്, കാനനത്തിലൂടെ കാട്ടിലൂടെ പോവുകയായിരുന്നു. അനവരതം ഇതസ്തതഃ അന്വിഷ്യാപി സഹ ബിഡാലഃ കിമപി ഭോജ്യന്ന അലഭത. അനവരതം സദാ, ഇതസ്തത എല്ലായിടത്തും, ഇതഹ തതഹ എല്ലായിടത്തും, അന്വേഷ്യാപി അന്വേഷിച്ചിട്ടും, സഹ ബിഡാലഹ കിമപി ഭോജ്യന്ന അലഭത ബിഡാലന് ഭക്ഷണം കിട്ടിയില്ല. ക്ഷുധയാ പിപാസയാച്ച നിതരാം പീഡിതഃ, വിശപ്പ് കൊണ്ടും ദാഹം കൊണ്ടും വരഞ്ഞ അവൻ പൂച്ച, ചിന്താകുലഹച്ച സഹ പുരതഃ ദൃഷ്ടേന മാർഗേണ ആഗച്ഛത്, മുന്നിലുള്ള വഴിയിലൂടെ അങ്ങോട്ട് നടന്നു. ജഡിതി, പെട്ടെന്നാണ് സംഭവിച്ചത്. അഹോ കഷ്ടം. സ മാർജാരഃ ക്ഷുധാർത്ഥഃ ഖിന്നമാനസഃ വ്യാധേന കേനചിക്ഷിപ്തേ ജാലേ ബദ്ധ്വാ ഭവത് തഥാ. കഷ്ടമായിപ്പോയി. മാർജാരൻ വിശന്ന് വലഞ്ഞു പോവുകയാണ്, ഖിന്നമാനസനാണ്, ദുഃഖിതനായ മനസ്സോടു കൂടിയിട്ടാണ്. പക്ഷേ ആ ഏതോ ഒരു വേടൻ വിരിച്ച വലയിൽ അവൻ ബദ്ധനായി. ജാലേ ബദ്ധഃ, ജാലത്തിൽ വലയിൽ ബദ്ധനായപ്പോൾ, സഹ രോദിതി സ്മ, അവൻ കരഞ്ഞു. എങ്ങനെയാ കരയുന്നത്? ഹാ ഹാ മാം രക്ഷ രക്ഷേതി ഹസ്തോ പാദോ ച കമ്പയൻ മ്യാവൂ മ്യാവൂ ഉച്ച രാവയേണ വിടാലോ വ്യലപത്തത. ഹാ ഹാ, എന്നെ കഷ്ടം കഷ്ടം, മാ രക്ഷ രക്ഷ, എന്നെ രക്ഷിക്കൂ രക്ഷിക്കൂ. ഹസ്തോ പാദോ ഉച്ച കമ്പയൻ, കാലും കയ്യും ഒക്കെ ഇളക്കുന്നുണ്ട്. മ്യാവൂ മ്യാവൂ ഇത് ഉച്ച രാവേണ, ഉറക്കെ മ്യാവൂ മ്യാവൂ എന്ന് പറഞ്ഞുകൊണ്ട് ബിഡാലഹ വ്യലപത്തത, ബിഡാലം ഉറക്കെ കരഞ്ഞു. ജാലാത് കഥഞ്ചിത് മുക്തിം പ്രാപ്തും സഹ മാർജാരഹ, ആ ജാലത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും മുക്തി പ്രാപിക്കുവാൻ വേണ്ടി, പ്രാപ്തും തൊമുന്നതാവിയം, സഹ മാർജാരഹ സുതരാ യതതേ സ്മ, യതതേ എന്നതിനോട് സ്മ ചേർത്തപ്പോൾ ഭൂതകാല അർത്ഥമായി. യത്നിച്ചു. പരന്തോ അത്യന്തം ശ്രാന്തഃ, വളരെയധികം ക്ഷീണിതനായ സഹ അവൻ, ജാലതന്തൂൻ കർത്തയിതും അശക്തഃ അഭവത്, അവന് വലക്കണ്ണി മുറിക്കാൻ കഴിഞ്ഞില്ല. തസ്യ രോദനം ശ്രുത്വ, അവൻ്റെ കരച്ചിൽ കേട്ടിട്ട്, നികടസ്ഥാനാത് അടുത്തു തന്നെയുള്ള വിടവകോടരാത്, ഒരു മരത്തിൻ്റെ പൊത്തിൽ നിന്ന്, കശ്ചന മഹാമൂഷകഃ ഒരു വലിയ എലി, ബഹിഃ ആഗതഃ പുറത്തേക്ക് വന്നു. തം ദൃഷ്ട്വാ മാർജാരഃ ദീനസ്വരേണ അവത്, അവനെ കണ്ടപ്പോൾ മാർജാരൻ ദീനസ്വരത്തിൽ പറഞ്ഞു, സത്വരം രക്ഷ മാമാഖോ ബദ്ധോ ജാലേ അത്ര മിത്രക, നാസ്തി മേ ശത്രുത കിഞ്ചിത് ത്വാമഹം ശരണം ഗത. സത്വരൻ രക്ഷ മാമാഖോ, അല്ലയോ ആഖോ എലി, എന്നെ ഒന്ന് പെട്ടെന്ന് രക്ഷിക്കൂ. ബദ്ധോ ജാലേ അത്ര മിത്രക, എൻ്റെ മിത്രമേ, ഞാൻ ഈ വലയിൽ പെട്ടുപോയി. നാസ്തി മേ ശത്രുത കിഞ്ചി, എനിക്ക് നിന്നോട് യാതൊരു ശത്രുതയുമില്ല. ത്വാമഹം ശരണം ഗത, ഞാൻ നിന്നെ ശരണം പ്രാപിക്കുന്നു എന്ന് പറഞ്ഞു. ഇത് കേട്ടിട്ട് എലിക്ക് തന്നെ എന്തോ ഒരു അന്താളിപ്പായി അല്ലേ. എന്താണ് ഇപ്പോൾ കേൾക്കണത്? എൻ്റെ ആജന്മ ശത്രു ആണല്ലോ ഇങ്ങനെ പറയണത്. പിന്നെ ഒട്ടും ചിന്തിച്ചില്ല, അവൻ വന്ന് വലയുടെ കണ്ണികൾ മുറിച്ചു. അങ്ങനെ ആജന്മശത്രോഹോ സുചാരു പ്രശംസയ, ആ നല്ല പ്രശംസാവചനങ്ങൾ കേട്ടിട്ട്, സഹ മൂഷകഃ വൈരം സർവം വിസ്മൃത്യ, ആ മൂഷകൻ തൻ്റെ വൈരമെല്ലാം ഉപേക്ഷിച്ചിട്ട്, ജാലതന്തോൻ കർത്തയിത്വ, വലയുടെ കണ്ണികൾ മുറിച്ചിട്ട്, ത്വാന്തമവിയാണ് കർത്തയിത്വ, മാർജാരം മോചിതവാൻ, മാർജാരനെ അമോചയത് അല്ലെങ്കിൽ മോചിതവാൻ, തവന്ത പ്രത്യയാണെന്ന് ഇന്നലെ പറഞ്ഞല്ലോ. അപ്പോൾ ഇത് ഇവർ ആജന്മ ശത്രുക്കളാണ്. തൽക്കാലത്തേക്കാണ് പൂച്ച അടവെടുത്തത് അല്ലേ. പിന്നെ കുറേ കാലം കഴിഞ്ഞ് അവർ പിന്നെയും കണ്ടു. പക്ഷേ പൂച്ചയ്ക്ക് വിശന്നിട്ട് വയ്യ. എലിയെ കണ്ടപ്പോഴേക്കും പൂച്ചയ്ക്ക് എലിയെ കഴിക്കണം, ഭക്ഷിക്കണം. അപ്പോൾ മൂഷകൻ പറഞ്ഞു, എനിക്ക് അന്ന് പറഞ്ഞതൊന്നും ഇപ്പോൾ ഞാൻ നിന്നോട് എല്ലാം എനിക്ക് വല്ലാതെ ഓർമ്മ വരുന്നില്ല. ഞാൻ ഏതായാലും മൂഷകനാണ്, നീ പൂഷകനാണ്. മൂഷകനാം ഞാൻ മൂഷകൻ ഇനിമേൽ, പൂഷകനാം ഞാൻ പൂഷകനാം നീ പൂഷകൻ ഇനിമേൽ. നീയും ഞാനും പണ്ടത്തെ പോലെ തന്നെ ശത്രുക്കളായിട്ട് തന്നെ ജീവിക്കേണ്ടി വരും. അല്ലെങ്കിൽ നീ എപ്പോഴെങ്കിലും പലതും പറഞ്ഞ് ഞങ്ങളെ വഞ്ചിച്ച് ഞങ്ങളുടെ വംശം തന്നെ
ഇല്ലാതാക്കും. അപ്പോൾ പൂച്ചയ്ക്ക് കൃതജ്ഞത ഇല്ല, കൃതജ്ഞനാണ് ആ പൂച്ച അവിടെ. കൃതജ്ഞത എന്നുള്ളതിൻ്റെ വിപരീതമാണ് കൃതഘ്നത. കൃതഘ്നത, മേഘം എന്നുള്ള കൃതഘ്നത. അപ്പോൾ നമ്മൾ ഒരു ഉപകാരം ഒരാൾ എപ്പോഴെങ്കിലും ചെയ്താൽ നമ്മൾ എന്ത് ചെയ്യണം? ആ ഉപകാര സ്മരണയോട് കൂടിയിട്ട് അവർക്ക് വേണ്ട ഉപകാരം നമ്മൾ കഴിയും പോലെ നമ്മൾ ചെയ്തു കൊടുക്കണം. എന്നാൽ മാത്രമേ നമ്മൾ മനുഷ്യരാണെന്ന് പറയാൻ പറ്റുള്ളൂ. മനുഷ്യൻ അപ്പോൾ മനുഷ്യന്മാരുടെ ഗുണം മനുഷ്യത്വമാണെന്ന് പറയല്ലോ. മനുഷ്യത്വം വേണം എപ്പോഴും. കൃതജ്ഞത വേണം. ഇവിടെ നമ്മൾ പൂച്ചയെ പോലെ ആകരുത്. എന്നും ഓർമ്മിക്കണം, എനിക്ക് ആ സഹായം ചെയ്ത് തന്ന ആളാണ് അത്. എനിക്ക് പറ്റുന്ന പോലെ മറ്റയാൾക്ക് എന്തെങ്കിലും സഹായം എന്നാൽ കഴിയുന്നത് പോലെ ചെയ്യും എന്നൊക്കെ മനസ്സിൽ നല്ല ചിന്തകൾ വേണം. അതൊക്കെയാണ് സഹൃദയത എന്ന് പറയുന്നത്. നല്ല മനസ്സുള്ള ആൾക്കാർക്ക് അങ്ങനെ ചിന്ത ഉണ്ടാവുള്ളൂ. അപ്പോൾ എല്ലാ കുട്ടികളും നല്ല സഹൃദയരായിട്ടിരിക്കണം. നിങ്ങൾക്ക് ആരോഗ്യ സൗഖ്യങ്ങളും ടീച്ചർ നേരാണ്. എല്ലാവർക്കും വിജയാശംസകൾ. എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ പാഠം അവിടെ അവസാനിക്കുകയാണ്. 7ാം ക്ലാസ്സിലുള്ള 7ാം ക്ലാസ്സിൽ മാത്രമല്ല 1ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെ ഓരോരോ അധ്യയന വർഷത്തിൽ പെടാത്ത പുസ്തകത്തിലുള്ള എല്ലാ പാഠങ്ങളും നമ്മൾ എടുത്തു കഴിഞ്ഞതാണ്. അതുകൊണ്ട് സംസ്കൃതം പഠിക്കണം എന്നുള്ള ഏതൊരാൾക്കും വളരെ സ്വാഗതാർഹമാണ് ഈ ഒരു 1ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെയുള്ള പുസ്തകങ്ങൾ. നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാൻ നല്ല മനസ്സ്, സഹൃദയത്വം ഉണ്ടാവട്ടെ. എല്ലാവിധ വിജയാശംസകളും നേരാണ്. നമുക്ക് പുനർദർശനായ. നമസ്തേ.